Cho, ba കഴിക്കാം ബാബാ. ചോറും മീൻകറിയും ഒരു വലിയ അബദ്ധം പറ്റി. കാരണം ഞാൻ രാവിലെ ചോറും അടുപ്പത്തിട്ടിട്ട് ചന്തയിൽ പോയി. ഞായറാഴ്ചയുണ്ട്. ചന്തയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഈ അരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോയി. ഐസ്ക്രീം കണക്കായി പോയി. നോക്കുക, പക്ഷെ കുഴപ്പമില്ല, ചോറ് കുഴഞ്ഞതേ ഉള്ളൂ. ഇത് കളയാൻ പറ്റത്തില്ലല്ലോ, ഞങ്ങളത് കഴിക്കും. ഇല്ല ചോ, കണ്ണനയിലെ മീൻ മേടിച്ചു. പിന്നെ വറക്കാനായിട്ട് എൻ്റെ പേര് എന്തോ ഒരു ടൈപ്പ് പറഞ്ഞു. കഴിക്കച്ചാ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഐസ്ക്രീം കണക്കായി നല്ല ബന്ധെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. വലിയ വെച്ചാ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ആ മീൻ ചിന്നത് ഇഷ്ടമായിരിക്കും. അതെ, നല്ല വായിലിട്ട കറക്റ്റായിട്ടങ്ങ് പോവും. ചോറ് വല്ലാതായി പോയി. ഇത് റേഷനറിയുടെ ഭയങ്കര വേവായിരുന്നു. നമ്മളെല്ലാം മേടിക്കും. വ്യാപാര സ്റ്റോറിലരി മേടിക്കും, റേഷനറി മേടിക്കും, പിന്നെ കടയിൽ നിന്ന് മേടിക്കും. ഇതിനനുസരിച്ച് സെറ്റ് ചെയ്യും. റേഷന് നല്ല അടിപൊളി ചോറാട്ടോ. തൈരൊക്കെ ചമ്മന്തി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. പണ്ടൊക്കെ എല്ലാവരും പറഞ്ഞത് റേഷനരി പണ്ടിലാണ് ഒരു സൂപ്പർ അരിയാണ്. മത്സ്യം എടുക്കും, മീനും കൂടെ എടുത്തു. ഇന്ന് പ്രോഗ്രാം ഉണ്ട്. ഇന്ന് എനിക്ക് പ്രോഗ്രാം മാലൂരിന സ്ഥലത്താണ്. ഇന്ന് ഞാൻ ഗസ്റ്റായിട്ടൊരു പ്രോഗ്രാമിൻ്റെ കൂടെ. ഇന്ന് ദീപു നവായിക്കുളം അവരുടെ പ്രോഗ്രാമാണ്, തിരുവനന്തപുരം രസിക എന്ന് പറഞ്ഞ ട്രോപ്പിൻ്റെ. അപ്പം ഞാൻ ഗസ്റ്റായിട്ടുണ്ട് അവരുടെ കൂടെ. അവിടെയാണ് പരിപാടി, മാലൂര്. നല്ല വെന്തുകൊണ്ട് അച്ഛന് ഭയങ്കര ഇഷ്ടമെന്ന് തോന്നുന്നു ചോറ്. അച്ഛന് പടപടാന്നത്തെ കഴിക്കില്ലേ? അച്ഛൻ കൊള്ളാവോ? ആ അതെ, അടിപൊളി. അത് മതി. അച്ഛൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അപ്പീലില്ല. പക്ഷെ ഐസ് പോലെ ഇത് കുഴഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷേ കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ പാടമാണ്. കാരണം ഞാൻ ഓർത്തില്ല, ഞാൻ രാവിലെ അരി എടുത്തിട്ടിട്ട് ചന്തയിലൊക്കെ പോകണമെന്ന് വെച്ചിട്ടൊരു 8:30 ഇട്ടേ. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തീയെ കൊടുത്തിരുന്നു. ചന്തയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പണി പാടിപ്പോയി. മീൻ എടുത്ത് കഴിക്കണേ. ഈ മീൻ അച്ചാറ് കറുത്തതിൻ്റെ വെള്ളം അതാ ഇത് നോക്കിയത്. അത് കണ്ടി എൻ്റെ കഴുത്തിൽ നിന്ന് വന്നതാ. അത് അവരുടെ കമനത്തിൽ 2 എതിയിട്ട് അത് കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ അത് ഇവിടെ തന്നെ ഇരിക്കുക. അതാണ്ട് ഇതിനകത്തുണ്ടോ? ഇതിനകത്തുണ്ടോ? ഉണ്ടോ? അത് നല്ലതാ. അതുകൊണ്ടാ പറഞ്ഞേ. മീൻ മറത്ത് എടുത്തില്ല കേട്ടോ. കഴിക്കണം കേട്ടോ. മുറിച്ചിട്ട് കൊടുത്തു. നല്ല മീനാച്ച കഴിച്ചോ. കഴിച്ചോ കഴിച്ചോ. അത് കഴിക്കൂ. മീൻ കഴിക്കും. അല്ല, മീനോട് കഴിക്കുക. കഴിക്കാനാ അതൊക്കെ എടുത്ത് കഴിച്ചോട്ടെ. അല്ല, മീനോട് കഴിച്ചത് നന്നായിരുന്നു. അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉച്ചഭക്ഷണം. ചോറിന് എന്തെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യില്ല വെച്ചാ. ആ മീനോട് എടുത്ത് കഴിച്ചാൽ നന്നായി. ഉച്ചക്കലത്തെ അച്ഛൻ്റെ ഉച്ചക്കലത്തെ ചാപ്പാട് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ അച്ഛാ, കഴിക്കാട്ടോ. ഓക്കെ ഓക്കെ, അടിപൊളി. ഞങ്ങൾ പോകുന്നില്ല, ഇവിടെ ഉണ്ട്. വൈകിട്ട് പരിപാടി ഉണ്ട്. വൈകിട്ടേ ഉള്ളൂ. കാരണം അവിടെ ചെല്ലുമ്പോൾ 2 പേരും കൂടെ വരുന്നുണ്ട്. സതീഷും
ആ സതീഷ് ഞാൻ. ആ സതീഷും ഞാനും. അതെ അതെ. അത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോകുന്നത്. സതീഷ് എന്ത് ചെയ്യേ? സതീഷ് ഉണ്ടല്ലോ ഇവിടെ. എവിടെ പോയി? അവിടുന്ന് അതുകൊണ്ടായിരുന്നല്ലോ രാവിലെ കേട്ടത്. ഇപ്പൊ ഇവിടെ ഇല്ലയോ? ഇല്ല ഇല്ല. പോയോ അവൻ? ആ പിന്നെ അന്നേരം പോയതാ ഉച്ചയ്ക്ക് മുമ്പ്. ഞാനാ സതീഷ്. ഞാൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ ഉണ്ട് കേട്ടോ. അച്ഛൻ പറയുന്ന കേട്ടോ സതീഷ് ഇവിടെ പോയെന്ന്. അച്ഛാ സതീഷ് ഞാനാ, എൻ്റെ പേരാണ് സതീഷ് കേട്ടോ. ഓ കഴിച്ചിട്ട് ഓക്കെ. നല്ല മൊത്തം കഴിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ അങ്ങനെ ഓക്കെ. അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഓക്കെ.